ഇടതു നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടി ചേരുന്നു. ഹസ്കർ, നിങ്ങൾ എന്തായാലും ഇപ്പോൾ ചിരിക്കുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ മാത്രമല്ലല്ലോ, എന്തായാലും കോൺഗ്രസ് കൂടി ഉണ്ടല്ലോ. കാര്യങ്ങൾ 50-50 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ 2-3 ചിത്രങ്ങൾ കിട്ടി. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അകത്തുപോയി. അതിൽ ഒരാൾ മുൻ MLA ആണ്. ഒരു നടപടിയും സ്വീകരിച്ചില്ല. എല്ലാം പാർട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു പിടിവള്ളി കിട്ടിയത്. കോൺഗ്രസ്സുകാരും കൂടി ഉണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടു അല്ലേ? സഖ്യം രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കൊള്ളയിലും സഖ്യമുണ്ട് അല്ലേ അഡ്വക്കേറ്റ് ഹസ്കർ? വിനോദ, ഞാൻ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് PCR അങ്ങ് പറഞ്ഞിട്ട്, അങ്ങ് ഇപ്പോ ശ്രീമതി സോണിയാഗാന്ധിക്കും പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളിൽ കുട്ടികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് മാസ്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതൊരു കുറ്റകൃത്യമാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പ്രതിയാകാൻ സാധ്യത. അതെ, വ്യക്തമാണ്. ആ ചിത്രം തീർച്ചയായും കുട്ടികളുള്ള ചിത്രം അത് മറയ്ക്കാം. അങ്ങയുടെ നിർദ്ദേശത്തിന് വളരെയധികം നന്ദി. തുടരാം ഹസ്കർ. വിനോദ, ഇതില് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനും ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ സ്തുത്യർഹമായിട്ടുള്ള ഒരു അന്വേഷണം SIT നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് പത്മകുമാർ അടക്കം ഇന്ന് ജയിലിൽ കിടക്കുന്നത് എന്ന വസ്തുത കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനോ സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഒരു തരത്തിലും ഈ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്നതിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തിലുള്ള സൂചനകളാണ്. ഇപ്പോ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചിത്രങ്ങളൊന്നും അല്ല. ഇപ്പോ ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം ഇതിലൊരു രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നമുണ്ട്. ശ്രീ അടൂർ പ്രകാശും അതുപോലെ ആന്റണിയും പറയേണ്ട ചില ഉത്തരങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് Z+ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി ഉള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ വസതിയിൽ ഈ കള്ളൻ സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും ഒരുമിച്ചെത്തിയത് എന്ന ഉത്തരം പറയേണ്ട രാഷ്ട്രീയ ബാധ്യത, ആ രാഷ്ട്രീയ ധാർമ്മികതയാണ് ഇവിടെ പ്രശ്നം. 2, ഈ നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ചതുപോലെ ഈ ശബരിമലയിലെ സ്വർണങ്ങളോ വിഗ്രഹങ്ങളോ അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ CBI-ക്കാളും എനിക്ക് തോന്നുന്നു രാംകുമാർ സാറിന് വളരെ കൃത്യമായിട്ട് അറിയാം എന്ന് തന്നെയാണ്. CBI-ക്കാളും ഉത്തമമായി ഈ കേസ് അന്വേഷിക്കാൻ ഉത്തരവാദിത്വമുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ്. അപ്പോ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നത്. CBI എന്ന് പറയുന്നത് എന്താണ് CBIയുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്നവരല്ലേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തരും. CBI കൂട്ടിലടക്കപ്പെട്ട തത്തയാണ്. അത് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ BJP അടക്കം അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അത് ആവർത്തിച്ച് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ പുറത്ത് കോൺഗ്രസ് ആണെന്നുള്ളത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതു കാര്യത്തിലും CBI അന്വേഷണം വരണം എന്ന നിലപാടാണ്. SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകത 2 പരിണിത പ്രജ്ഞരായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിമാർക്ക് നാളിതുവരെ കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലോ. വളരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും പുതിയതായി ഉൾപ്പെടുത്തിയ പോലീസ് ഓഫീസർമാർ, അവർക്ക് ഇടത് സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. അത് അഡ്വക്കേറ്റ് ഹസ്കറിന് അറിയാതെ പോയതല്ല. ഒരു 2 ജാമ്യാപേക്ഷകളിൽ ഒരു കോമൺ ഓർഡറിന്റെ ഭാഗത്ത് ജസ്റ്റിസ് ബദറുദ്ദീൻ ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഈ തുടർ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന സന്ദേഹമുണ്ട്. അന്വേഷണത്തെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ഹൈക്കോടതികളിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ്. അന്വേഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും മാന്ത്രിക ദണ്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്തു തീർത്ത് കഴിയാം എന്ന് കരുതുന്ന മാന്ത്രിക ജാലവിദ്യകളൊന്നും അല്ലല്ലോ അന്വേഷണം എന്ന് പറയുന്നത്. അന്വേഷണം എന്ന് പറയുന്നത് ലഭിക്കുന്ന തെളിവുകളും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അത്തരത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതിലും എത്രയോ അധികം ആളുകളെ ഒരുപക്ഷെ അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ടാവാം. അവരിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവാം. അപ്പോ ഈ ലഭിക്കുന്ന വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ചതിന് ശേഷം ഒരു കേസിലേക്ക് ആവശ്യമായിട്ടുള്ള സുപ്രധാന സാക്ഷികളെ മാത്രവും തെളിവുകളും മാത്രമാണ് എപ്പോഴും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കാറുള്ളത്. അപ്പോ വളരെ കൃത്യമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനകൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. ശബരിമലയിൽ നാം ആദ്യം കേട്ടത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കളവ് പോയതാണെങ്കിൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ
പിന്നീട് ഇപ്പോ ഒടുവിൽ കട്ടളപ്പാളികളിലെയും അതുപോലെ തന്നെ രാശിപ്പലകയും അതുപോലെ പ്രഭാവലയത്തിലേതും അടക്കമുള്ള സ്വർണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഗൗരവതരമായിട്ടുള്ള കണ്ടുപിടുത്തമാണല്ലോ SIT നടത്തിയിട്ടുള്ളത്. SITക്ക് ചില ഭാഗങ്ങളിൽ SIT നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളും SIT നടത്തിയിട്ടുള്ള ചില നടപടിക്രമങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ ചില ഗൂഢാലോചനയിൽ പങ്കെടുക്കാത്തതോ അന്യായമായി ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതോ അങ്ങനെ ലാഭം ഉണ്ടാക്കാത്തവരോ അല്ലെങ്കിൽ ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് ബോധപൂർവമല്ലാത്ത ഒരു തെറ്റു പറ്റിയിട്ടുള്ള ആളുകളെയും SIT കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അത് ഏതു ഘട്ടത്തിലും വിളിച്ചു പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. അപ്പോ SIT അത്തരത്തിൽ അത് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് ആ ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്സ്, ബോധപൂർവമല്ലാത്ത ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് കൂടി ശിക്ഷ ലഭിക്കട്ടെ, കുറ്റകൃത്യത്തിൽ പങ്കാളിയാവട്ടെ എന്ന അർത്ഥത്തിൽ അന്വേഷണ സംഘം ചെന്നെത്തി എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഇപ്പോഴും. അപ്പോ ആ നിലയിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണത്തിൽ ഇപ്പോ ഈ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയുടെ 10 ജൻപതിലെത്തി അവരുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുത്തു എന്നത് വലിയ തോതിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വരുന്നു. ഇതിൽ ആദ്യം ഒരു ചിത്രവുമായി വന്നതാരാ? അതും ഒരു AI നിർമ്മിത ചിത്രവുമായി വന്നതാരാ? കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ അല്ലേ? അതുപോലെ തന്നെ ഒരു മിനിറ്റ്, അതെങ്ങനെ AI നിർമ്മിത ചിത്രമാകുന്നു? അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയത് യഥാർത്ഥ ചിത്രം തന്നെയാണ്. അത് AI അല്ല. സോണിയയുടെ അടുത്ത് പോയത് AI അല്ല. ഇതെല്ലാം ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടുണ്ട്, കടകംപള്ളിയുമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അത് AI ചിത്രമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് AI ചിത്രമല്ല, മുഖ്യമന്ത്രി അടുത്ത് പോയതാണ്. അല്ല വിനോദേ, അതില് സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് മറ്റൊരർത്ഥത്തിലാണ് AI ചിത്രമാണെന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമില്ല. മുഖ്യമന്ത്രിയുടെ നമ്മുടെ ഭീമ ജ്വല്ലറി നൽകിയ ആംബുലൻസുമായി ബന്ധപ്പെട്ട് എടുത്ത ചിത്രവും AI ചിത്രമല്ല. പക്ഷെ അതിൽ AI ചിത്രം ആ ചിത്രത്തിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് AI ചിത്രം നിർമ്മിച്ചു എന്നുള്ളതാണ് സുബ്രഹ്മണ്യത്തിനെതിരെയുള്ള കേസ്. ആ കേസ് ഒരുപക്ഷെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ശ്രീ സുബ്രഹ്മണ്യത്തിനെതിരെ അത്തരത്തിലൊരു കേസ് എടുക്കേണ്ട സാഹചര്യമുണ്ടോ? അതൊരു തമാശയായി കണ്ട് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ആരൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ വിമർശിക്കുകയും അങ്ങനെ ഏതെങ്കിലും വിമർശനങ്ങളോ പരിഹാസമോ അപഹാസ്യമോ കേട്ടാൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരികയും കേസെടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ഒരു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സംസ്ഥാന സർക്കാർ അത്തരത്തിൽ ഒരുപക്ഷെ പാട്ടിനെതിരെ ഒരു പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കുകയും അതിനുശേഷം സംസ്ഥാന സർക്കാർ ഒരു AI ചിത്രത്തിന് നേരെ കേസെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നിരന്തരം നിരീക്ഷണം നടത്തിയിരുന്നാൽ എത്രയെത്ര തമാശകളും എത്രയെത്ര ആക്ഷേപങ്ങളും എത്രയെത്ര ട്രോളുകളും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അപ്പൊ അതിനൊക്കെ തന്നെ കേസെടുക്കാൻ കഴിയുമോ? ഇത് വല്ലാത്ത പഴയ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. നിരീക്ഷണം, അങ്ങ് ഇടത് നിരീക്ഷകനാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് അങ്ങ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. കാരണം ഇത്തരം പാരഡി ഗാനങ്ങൾക്കെതിരെ പോലും കേസെടുക്കുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ചും സുബ്രഹ്മണ്യത്തിനെതിരായിട്ടുള്ള കേസൊക്കെ തമാശയായി കാണേണ്ടതാണ് എന്ന് കൃത്യമായ ഒരു നിരീക്ഷണം ഇടത് നിരീക്ഷകനായി ഇരിക്കുമ്പോൾ പോലും അഡ്വക്കേറ്റ് ഹസ്കറിനെ പോലുള്ള ആളുകൾ അത് പറയുന്നത് ഈ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്.